വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാദമി. NIOS SSLCയിലെ സോഷ്യൽ സയൻസിലെ 4ാമത്തെ അധ്യായമായിട്ടുള്ള മോഡേൺ വേൾഡ് 2 എന്നുള്ള അധ്യായമാണ് നമുക്ക് ഇനി ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. നമുക്കറിയാം, നവോത്ഥാന കാലഘട്ടത്തിലെ സംഭവ വികാസങ്ങൾ യൂറോപ്യൻ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ശാസ്ത്രരംഗത്ത് അസാധാരണ സിദ്ധികൾ ഇക്കാലത്ത് ഉണ്ടായി. അന്ധമായ വിശ്വാസത്തെയും ആചാരങ്ങളെയും ഉപേക്ഷിച്ച് ജനങ്ങൾ നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി. സ്വതന്ത്രം, സമത്വം, സാഹോദര്യം തുടങ്ങിയ പുതിയ മൂല്യങ്ങളെയും ആശയങ്ങളെയും സംബന്ധിച്ച് രാഷ്ട്രീയ അവബോധം അച്ചടിയന്ത്രത്തിന്റെ ആവിർഭാവത്തോടെ സൃഷ്ടിക്കപ്പെട്ടു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സാഹസിക യന്ത്രം നടത്തിയ പുതിയ സമുദായ വർഗങ്ങളെ കണ്ടുപിടിക്കാൻ അന്ന് യൂറോപ്പിലെ പല രാജ്യങ്ങളിലും നിലനിന്നിരുന്ന രാഷ്ട്രീയ സാഹചര്യം അനുയോജ്യമായിരുന്നു. ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നതിന് വിവിധ ഭാഗങ്ങളിലേക്ക് മിഷണറിമാർ സാഹസികമായ സഞ്ചാരം നടത്തി. വ്യാപാരികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സാധനങ്ങൾ തങ്ങളുടെ നാടുകളിലേക്ക് കൊണ്ടുവന്നു. സാങ്കേതിക വിദ്യയിലും ജനങ്ങൾക്ക് അനുയോജ്യമായ കാലമായിരുന്നു അത്. അതിന്റെ ഫലമായി വ്യവസായ വിപ്ലവം ഉടലെടുക്കുകയും ചെയ്തു. ഇത് തൊഴിലാളികളുടെയും പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിലുള്ള തൊഴിലാളികളുടെ ജീവിതം മാറ്റിമറിക്കുകയും വ്യവസായ വിപ്ലവം സാമ്രാജ്യത്വം, ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും കൊളോണിയലിസം എന്നിവ ലോകത്താകമാനം മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ഇനി നമുക്ക് ഓരോ കാര്യങ്ങൾ വിശദമായി സംസാരിക്കാം. ഒന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത് വ്യവസായിക വിപ്ലവത്തെക്കുറിച്ചാണ്. എന്തായിരുന്നു വ്യവസായ വിപ്ലവത്തിന്റെ പ്രധാന ആശയങ്ങൾ എന്ന് പറയുന്നത്? 18ാം നൂറ്റാണ്ടിലാണ് നിലവിൽ വന്നിട്ടുള്ളത്. വ്യവസായ വിപ്ലവം നിലവിൽ വരുന്നത് 18ാം നൂറ്റാണ്ടിലാണ്. അതുപോലെ തന്നെ വ്യവസായിക വിപ്ലവത്തിന്റെ കാലഘട്ടം AD 1750 മുതൽ 1850 വരെ ആയിരുന്നു. 1850 വരെ ആയിരുന്നു വ്യവസായ വിപ്ലവത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് ഫാക്ടറികളുടെ നിർമ്മാണം ജോലികൾ എളുപ്പമാക്കി. അല്ലെ, വിവിധ ഇനം ഫാക്ടറികളുടെ നിർമ്മാണങ്ങളൊക്കെ ജോലികൾ എളുപ്പമാക്കി കൊടുത്തു. അതാണ് വ്യവസായ വിപ്ലവത്തിന്റെ പ്രധാന ആശയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൃഷിയിൽ ഏർപ്പെട്ടിരുന്ന ജനങ്ങൾ കാലക്രമേണ പട്ടണങ്ങളിലെ ഫാക്ടറികളിൽ ജോലിക്കാരായി. അല്ലെ, ഫാക്ടറികളുടെ വരവോട് കൂടി കൃഷിയിലൊക്കെ ഏർപ്പെട്ടിരുന്ന ആളുകൾ പട്ടണങ്ങളിലെ ഫാക്ടറികളിൽ ജോലിക്കാരായി മാറി. അങ്ങനെ കർഷകർ ക്രമേണ കുറഞ്ഞു വന്നു എന്നർത്ഥം. മൂന്നാമതായിട്ട് ഇത് സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. യന്ത്രത്തിന്റെ നിർമ്മാണം, അല്ലെ, യന്ത്രവൽക്കരണത്തോടു കൂടി വ്യവസായ വിപ്ലവത്തിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് യന്ത്രവൽക്കരണമായിരുന്നു. ഇതില് 1733 ജോൺ കോയ് ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചു. ഇത് നെയ്ത്തു സമ്പ്രദായം എളുപ്പമാക്കുകയും ഉൽപാദനം 4 ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. 1769 ജെയിംസ് വാട്ട് ആവിയന്ത്രം കണ്ടുപിടിച്ചതോടെയാണ് ബ്രിട്ടനിൽ വ്യാവസായിക വിപ്ലവം തുടങ്ങുന്നത്. ഇത്രയും കാര്യമാണ് നമുക്ക് വ്യവസായ വിപ്ലവത്തിൽ പറയാനായിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് വ്യവസായ വിപ്ലവ കാലത്തെ നൂതന രീതികളും സാമ്പത്തിക മാറ്റങ്ങളെ കുറിച്ചുമാണ് പറയാനുള്ളത്. അല്ലെ, വ്യവസായ വിപ്ലവ കാലത്തെ നൂതന രീതികളും സാമ്പത്തിക മാറ്റങ്ങളെയും കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഒന്നാമതായിട്ട് തുണി വ്യവസായമായിരുന്നു. ഒന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് തുണി വ്യവസായമായിരുന്നു. ഈ രംഗത്തെ സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം ഇരുമ്പ് ഉരുക്ക് ഉൽപാദനത്തിൽ കണ്ടുപിടുത്തങ്ങളുടെ ഒരു പരമ്പര തന്നെ ആരംഭിക്കാനിടയാക്കി. അല്ലെ, തുണി വ്യവസായത്തില് സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം ഇരുമ്പ് ഉരുക്ക് ഉൽപാദനത്തിൽ കണ്ടുപിടുത്തങ്ങളുടെ ഒരു പരമ്പര തന്നെ ആരംഭിക്കാനിടയാക്കി. ആർക്രൈറ്റ് ആണ് ഫാക്ടറി സമ്പ്രദായത്തിന് പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ആർക്രൈറ്റ് ആണ് ഫാക്ടറി സമ്പ്രദായത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയിലെ മാറ്റങ്ങളും നവീന രീതികളും ഉൽപാദനം, ഗതാഗതം, വാർത്താവിനിമയം എന്നിവയിൽ വലിയ അഭിവൃദ്ധികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നുകൂടി പറയാം, സാങ്കേതിക വിദ്യയിലെ മാറ്റങ്ങളും നവീന രീതികളും ഉൽപാദനം, ഗതാഗതം, വാർത്താവിനിമയം എന്നിവയിൽ വലിയ അഭിവൃദ്ധി ഉണ്ടാക്കി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മളുടെ ഒന്നാമത്തെ അധ്യായത്തിൽ പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എല്ലാ എക്സാമുകളിലും ചോദിക്കാനിടയുള്ള ചോദ്യങ്ങളാണ്. ഇംഗ്ലണ്ടിലെ വ്യവസായ വിപ്ലവത്തിൽ പ്രധാന പങ്ക് വഹിച്ച 2 പ്രകൃതി വിഭവങ്ങൾ എന്തെല്ലാമായിരുന്നു? ഇംഗ്ലണ്ടിലെ വ്യവസായ വിപ്ലവത്തിൽ പ്രധാന പങ്ക് വഹിച്ച 2 പ്രകൃതി വിഭവങ്ങൾ എന്തെല്ലാമാണ്? നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്, അല്ലേ?
അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗതാഗത വാർത്താവിനിമയങ്ങളിൽ ഉണ്ടായ വികസനം എപ്രകാരമാണ് കച്ചവടക്കാരെ സഹായിച്ചത്? അല്ലെ, ഗതാഗത വാർത്താവിനിമയങ്ങളിൽ ഉണ്ടായ വികസനം എപ്രകാരമാണ് കച്ചവടക്കാരെ സഹായിച്ചത്? ഇത്രയും 2 ചോദ്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും നമ്മളുടെ ഈ ഒന്നാമത്തെ അധ്യായത്തിൽ വരാറുള്ളത്. ഇനി കൂടുതൽ അറിയാനും പഠിക്കാനും താല്പര്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ നാഷണൽ അക്കാദമിയിൽ ജോയിൻ ചെയ്ത് അഡ്മിഷൻ ഉറപ്പുവരുത്തുക. എല്ലാ ലൈവ് ക്ലാസ്സുകളും ആപ്പിലൂടെയുള്ള ക്രമേണയുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേട്ട് നന്നായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് സൗകര്യം ഒരുക്കി തരുന്നതാണ്.